ഹായ് എവരിവൺ, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം തന്നെ മൾട്ടിമീഡിയ കണ്ടൻറ് ഉള്ളവയായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കണ്ടൻ്റ് എല്ലാം 3 മിനിറ്റ് ദൈർഘ്യം താഴെ നിൽക്കുന്നവയായിരിക്കും. 3 മിനിറ്റ് ഉള്ളെന്ന് കരുതി അതിൻ്റെ കണ്ടൻറ്റുകൾക്ക് ഒരു കുറവും ഉണ്ടാകില്ല. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം. ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന പേരിന് മുന്നേ നമ്മൾ അഡോബി എന്ന് ചേർത്താണ് നമ്മൾ പറയപ്പെടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡോബി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ് ഫോട്ടോഷോപ്പ്. അപ്പോൾ വേറെയും സോഫ്റ്റ്വെയറുകൾ ഉണ്ടല്ലോ. ഈ പറയുന്ന ആഫ്റ്റർ എഫക്ട്സ്, പ്രീമിയർ, ഇലിസ്ട്രേറ്റർ, ഇൻഡിസൈൻ, ഡ്രീം വീവർ, അനിമേഷൻ, അങ്ങനെ പല സോഫ്റ്റ്വെയറുകൾ ഏതിനുണ്ട്? അഡോബിക്കുണ്ട്. പല മേഖലകളിലായിട്ട് വീഡിയോ എഡിറ്റിങ്ങിന്, VFXന്, അനിമേഷന്, വെബ് ഡിസൈനിങ്ങിന്, ഗ്രാഫിക്സിന് പല മേഖലകളിലായിട്ട് പല സോഫ്റ്റ്വെയറുകൾ അഡോബി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയർ പല കാര്യങ്ങൾക്കായിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും നമുക്ക് ബേസ് ആയിട്ട് വരുന്നത്, ഇപ്പം ഇൻ കേസ് വീഡിയോ എഡിറ്റിങ്ങിനാണെങ്കിൽ പോലും നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഇല്ലെങ്കിൽ അനിമേഷനായാലും ഫോട്ടോഷോപ്പിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഗ്രാഫിക്സിനായാലും ഫോട്ടോഷോപ്പിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഫോട്ടോഷോപ്പ് ഇല്ലാതെ ഒരു മൾട്ടിമീഡിയ ഫീൽഡും ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്ന പ്രധാനമായി 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഇമേജിനെ എഡിറ്റ് ചെയ്യാനും. 2, ക്രിയേറ്റിംഗ് ആർട്ട് വർക്ക്. ഇതിൽ ഇമേജിനെ എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമേജിനെ ടച്ചപ്പ് ചെയ്യുക, കളർ റീസ്റ്റോറേഷൻ ചെയ്യുക. കളർ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ പഴയ ഡാമേജായ ഫോട്ടോകളൊക്കെ കാണത്തില്ല, അതിനെ ടച്ചപ്പ് ചെയ്തെടുക്കുക, ക്ലിയർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കളർ ഗ്രേഡ് ചെയ്യുക. ഈ ആൽബങ്ങളോ അല്ലെങ്കിൽ അല്ലാതുള്ള ഫോട്ടോകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, കളർ ഗ്രേഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ക്രിയേറ്റിംഗ് ആർട്ട് വർക്ക്. ആ ആർട്ട് വർക്ക് തന്നെ 2 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ തിരിക്കാം. ഒന്ന് ഡിജിറ്റലി, ഒന്ന് പ്രിൻറ്റ്. ഡിജിറ്റലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാറ്റ്ഫോം ഇൻ്റർനെറ്റാണ് നമ്മുടെ പ്ലാറ്റ്ഫോം എങ്കിൽ. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന യൂട്യൂബ് തംബ്നെയിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സിനിമ പോസ്റ്ററുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊമോഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പോലെ ഫേസ്ബുക്ക് അങ്ങനെ എന്തെങ്കിലുമാണ്. അതാണ് ഉദ്ദേശം. നമ്മൾ അതിനു വേണ്ടിയാണ് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെ ഡിജിറ്റലി എന്നും പറയാം. അതേപോലെ തന്നെ പ്രിൻ്റാണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് നോട്ടീസോ അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡോ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യപ്പെടുക്കേണ്ട എന്ത് സാധനമാണോ അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റായിട്ട് നമുക്ക് ആർട്ട് വർക്കായിട്ട് തിരിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഫോട്ടോഷോപ്പ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്.